കമ്മിറ്റിക്ക് സംഭാവന നൽകിയ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ MP അവർ, ബഹുമാന്യായ ദീപാദാസ് മുൻഷിജി, ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല അവർ, ബഹുമാന്യായ ശ്രീ K സുധാകരൻ, ശ്രീ K മുരളീധരൻ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നാം ഏവരും ചേർന്നുകൊണ്ട് ഒരു ധർമ്മ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഈ ധർമ്മ സമരം ഇവിടെ എന്തിനു വേണ്ടി ആവിഷ്കരിച്ചു എന്നതിനെക്കുറിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ ഉദ്ഘാടകനായ ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ ശ്രീ KC വേണുഗോപാൽ അവர்களுം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് മോദി ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നയങ്ങൾ, അതിലൂടെ നമ്മുടെ ഗ്രാമീണ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുകയില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മോഡി ഗവൺമെന്റ് ഈ ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന അവസരത്തിൽ അതിശക്തമായ പ്രതിഷേധത്തിന് അന്ന് നേതൃത്വം നൽകിയതാണ്. ബഹുമാന്യായ ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ കാണിച്ചു. പക്ഷേ അതൊന്നും വകവെക്കാതെ കണ്ട്, ഇതൊന്നും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള ഭാവത്തിൽ മോദി ഗവൺമെന്റ് പോയി അവർ നിയമം പാസാക്കിയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നേരിട്ട് ബോധ്യപ്പെടുവാനും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് കേൾക്കുവാനും ഇടയായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം മറ്റൊന്നുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് കരുതിക്കൂട്ടി ചെയ്ത ചില പ്രവർത്തനങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. എവിടെയാണ് തൊഴിൽ ചെയ്യുവാൻ വേണ്ടി ആ തൊഴിലിടങ്ങളിലേക്ക് പോകേണ്ടതെന്ന് കണ്ടാൽ അവിടെ ഒത്തുചേർന്നുകൊണ്ട് ഇവരുടെ ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞാൽ 1-2 കിലോമീറ്റർ അപ്പുറത്താണ് പണി നടക്കുന്നത് എങ്കിൽ ആ പണി നടത്തിയതിനു ശേഷം വീണ്ടും മടങ്ങി വന്ന് ആദ്യം ഫോട്ടോ എടുത്ത സ്ഥാനത്ത് തന്നെ വന്ന് 2 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് വീണ്ടും വന്ന് അവിടെ വന്ന് പണമെടുക്കണം. അപ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ് ഈ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോയത് എന്നതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി തയ്യാറായാൽ അത് കേട്ട ഭാവം പോലും നടിക്കാതെയാണ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പൊക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ഈ പുതിയ ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റും നൽകണം എന്ന ഒരു നിബന്ധനയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറഞ്ഞാൽ ഏതാണ്ട് 2000-ലധികം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടതായി വരികയാണ്. ആ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്
ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരുപാട് താളം തെറ്റുവാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് തന്നെ അത് തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആ ലക്ഷ്യബോധത്തിലേക്ക് പോവുക, ആ ലക്ഷ്യബോധവുമായി മുമ്പോട്ട് പോയി കേരളത്തിലെ സാധാരണ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം, പട്ടിണി പാവങ്ങളായ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെരിച്ചു കൊല്ലുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ നമ്മളിതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ, നിങ്ങൾ ഇവിടെ ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ ശബ്ദം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ഈ ലോക്ഭവന്റെ മുമ്പിലേക്ക് നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് മാർച്ച് നടത്തിയത്. ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന ഈ സമര പരിപാടി ഏറ്റവും അവസാനം നമ്മുടെ ശബ്ദം കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് എന്ന് അറിയിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ കണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ചില മന്ത്രിമാരും ചേർന്നുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ നടത്തി എന്ന് വരുത്തിക്കൂട്ടിയതുപോലെയല്ല സംസ്ഥാന ഗവൺമെന്റിനെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുമുള്ള ശബ്ദം നമ്മൾ ഉയർത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഗ്രാമാന്തരങ്ങളിലേക്ക് നമ്മുടെ സമരം പോകേണ്ടതായിട്ടുണ്ട്. ഗ്രാമാന്തരങ്ങളിലെ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടിണി അകറ്റുവാൻ വേണ്ടി ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം കൊടുത്ത് ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്കുണ്ടാക്കി തന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനുവേണ്ടി പങ്കാളിയാകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.